ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമ്മക്കായി അച്ചാറാണ് കേട്ടോ. അതിനായിട്ട് കുറച്ച് കല്ലുമ്മക്കായി എടുത്തിട്ടുണ്ട്. ചെറിയ കല്ലുമ്മക്കായാണ് കേട്ടോ, പൊട്ടി പോലത്തെ കല്ലുമ്മക്കായി. അത് അച്ചാറിനാണ് നല്ലത്. അപ്പോൾ അത് ഒരു അപ്പച്ചമ്പിൽ വെച്ച് പുഴുങ്ങിയെടുത്തിട്ട് അടർത്തിയെടുത്ത് കൊണ്ടുവന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം നല്ലെണ്ണയിൽ. അങ്ങനെ നമുക്കിതൊന്ന് പൊരിച്ച് കോരി എടുത്തിട്ട് വരാം. നമ്മൾ ചൂടിലെ ചോറിനും കപ്പ പുഴുങ്ങിയതിനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അച്ചാറാണ് കല്ലുമ്മക്കായി അച്ചാർ. അങ്ങനെ അത് നല്ലോണം മുരിയണ്ട, ഇത് വറുത്ത് കോരിയെടുക്കാം നമുക്ക്. അതേ പാനിലേക്ക് തന്നെയാണ് കേട്ടോ കുറച്ച് നല്ലെണ്ണ വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉലുവയും കടുകും നമുക്കത് പൊട്ടി വരട്ടെ. അതിനുശേഷം നമുക്ക് നമ്മൾ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഒരുപാട് മുരിച്ചെടുക്കണ്ട, കുറച്ചൊരു ചുവപ്പ് കളർ വരുമ്പോൾ നമുക്ക് നമ്മൾ ബാക്കിയിൽ വെളുത്തുള്ളി ഇനി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ചൊന്ന് വഴന്ന് വരുമ്പോൾ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് ലേശം ഒന്ന് ചുവന്ന് വരട്ടെ. അതിനുശേഷം നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും കായവും വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കായപ്പൊടിയായാലും മതി കേട്ടോ. എനിക്ക് കായത്തിൻ്റെ കട്ടയാണ് കിട്ടിയത്, അപ്പം ഞാൻ കട്ടയാണ് ഇട്ടത്. കായത്തിൻ്റെ പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. ഒരു 10 മില്ലി വിനാഗിരി ഒഴിക്കുന്നുണ്ട് കേട്ടോ, അത്രയേ വേണ്ടൂ. ഒരുപാട് വിനാഗിരിയും വേണ്ട, ഒരുപാട് പുളി രസം ഉണ്ടാവില്ല അച്ചാറിനൊന്നും. അതിനുശേഷം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആവശ്യത്തിനുള്ള ചാറ് ഇതല്ലായിട്ട് ഒരുപാട് ഓവർ ചാറിൻ്റെ ആവശ്യമില്ല. നമുക്ക് കല്ലുമ്മക്കായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ സ്വാദിഷ്ടമായ കല്ലുമ്മക്കായി അച്ചാർ റെഡിയായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് കല്ലുമ്മക്കായെല്ലാം ഇപ്പോൾ ഒരുപാട് കിട്ടുന്ന സമയമായി. കുറച്ച് കല്ലുമ്മക്കായൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. മേലെ എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നല്ലെണ്ണ മേലെ തൂവി കൊടുക്കുക. നമ്മൾ അച്ചാറൊക്കെ റെഡിയായതിന് ശേഷം അതിനുശേഷം നമ്മൾ തീ ഓഫാക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ അച്ചാർ റെഡിയായി. ചാനൽ കാണാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക.